എനിക്ക് അമ്മയോട് ബഹുമാനമാണ്. എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ്. കുറെ കാലമായി കസേര കൊണ്ട് ഞാൻ ഈ തോന്നിയാസം കാണാൻ തുടങ്ങിയിട്ട്. അതിനിങ്ങേര് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചെന്ന് പറയരുത്. അന്തസ് വേണോടാ, അന്തസ്. അങ്ങനെ പറയുന്നുണ്ട്. അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ചില അംഗങ്ങൾ ഇപ്പോഴും മനസ്സിലായില്ല. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. എടോ, യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണെന്നറിയോ? വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന നടന്മാരൊക്കെ ഒത്തിരി നല്ലവരും നായകന്മാരൊക്കെ തല്ലിപ്പൊളികളുമാണ്. സിനിമയിൽ സൽഗുണ സമ്പന്നൻ, ജീവിതത്തിൽ മഹാപോക്രികളും. ആളെ കുറിച്ച് വിമർശിക്കാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. എന്നെ കുറിച്ച് എന്താണ് ഞാൻ ചെയ്ത തെറ്റുകൾ പറയുന്നതിന് എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ പീപ്പിൾ ടോക്ക്, വാട്ട് ഡു ദേ ടോക്ക്, ലെറ്റ് ദം ടോക്ക്. ആളുകൾ പറയുന്നു, അവരെന്ത് പറയുന്നു, അവരെന്തും പറഞ്ഞോട്ടെ, അത്ര തന്നെ. പക്ഷെ ചെയ്യാത്ത കാര്യം പറഞ്ഞ അതിന് ഇനി മറുപടി ഇങ്ങനെ ആയിരിക്കില്ല. മുട്ടി നിൽക്കാൻ പറ്റില്ല നിനക്ക്, മോൻ മുള്ളിപ്പോവും. എന്നെ ചൊറിയരുത്, ഞാൻ മാന്തും. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, തോപ്പിക്കാൻ ഇച്ചിരി പാടുപെടും. ഇടിച്ചു കൊടുക്കുന്ന ആളുടെ തലയിലോട്ട് തന്നെ ലഗേജ് വെക്കുന്ന കാലമായത്. ആ ജനറൽ ബോഡി ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതായിട്ട് തെളിയിച്ചാൽ പകുതി ക്ഷൗരം ചെയ്ത് നടക്കാം. അതായത് ഉത്തമ മനസ്സിലായി. ഇക്കണക്കിന് പോയാ ചിലപ്പോ ഇത് തന്നെ തൊഴിലാക്കേണ്ടി വരും. ഇതിനകത്ത് ഈ പറയുന്ന കൈനീട്ടം കൊടുത്തിരിക്കുന്നവരില് എത്ര പേര് യോഗ്യതയുള്ളവരുണ്ട്? എനിക്കറിയില്ല സാർ, സത്യമായിട്ട് എനിക്കറിയില്ല സാർ. അയാൾ ഇതില് മുക്കി കാച്ചി വടിക്കണം. ഈ പന്നിയുടെ ഒക്കെ രോമം കളയില്ലേ ചന്തയില്, ആ മെത്തേഡ് ഈ മെത്തേഡ്. ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ 10, 128 അതിനകത്ത് എല്ലാവരും അങ്ങനെയാണെന്നുള്ളതല്ല. പലർക്കും കള്ളു കുടിക്കാൻ വേണ്ടിയുള്ള കാശായി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യോഗ്യത വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം അതിനകത്ത് ഈ പറയുന്ന കൈനീട്ടം കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞ പടത്തില് ആദ്യം പടമില്ല എങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ജനറൽ സെക്രട്ടറിക്കല്ലേ കൊടുക്കുന്നത്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നമ്മളൊരു കൈനീട്ടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു മാനദണ്ഡം വേണം, ഇല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിലൊന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. ഇതെങ്കിലും ഒരു മാനദണ്ഡം വേണം. അതെന്താണെന്ന് ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ മാനദണ്ഡം? എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. ഓക്കെ, താങ്ക് യു. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.